സന്തോഷമുള്ളിലൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാനായിട്ട് സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നു. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെങ്ങനെ ദിവസത്തിലിരിക്കുന്നോ അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു സഭായം കൂടെ കൂടിയില്ലെങ്കിൽ മോശമാണല്ലോ, ഞാൻ വന്നില്ലേ പാസ്റ്റർ എന്തോ പറയും എന്നുള്ള നിലയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. എനിക്കിന്ന് ദൈവത്തിങ്കിൽ നിന്നൊരു കൃപ പ്രാപിച്ചേ മതിയാകും. ഞാൻ വന്ന പോലെ പോകത്തില്ല. ഹന്നാ ദേവാലയത്തിലേക്ക് വന്നത് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ്, ഭാരമുള്ള ഹൃദയവുമായിട്ടാണ്. ഭർത്താവിന് പോലും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല, പുരോഹിതന് പോലും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ കണ്ണുനീര് വലിയ ബഹളം ഉണ്ടാക്കിയോ കൈയടിച്ചോ ഒന്നും അവളെ ബഹളം ഉണ്ടാക്കിയില്ല. ഉറക്ക കരഞ്ഞില്ല, ചിറികൾ വിതിമ്പിയതേ ഉള്ളൂ, കണ്ണുകൾ നിറഞ്ഞൊഴുകിയതേ ഉള്ളൂ. പുരോഹിതന് പോലും മനസ്സിലായില്ല അവിടെ അകത്തെ വേദന എന്താണെന്ന്. പക്ഷെ എല്ലാം അറിയുന്നൊരു ദൈവസ്വർഗത്തിലുണ്ടായിരുന്നു. എനിക്ക് ആ ഭാഗത്ത് വായിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഭാഗമുണ്ട്. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. നിങ്ങളോട് എനിക്ക് പ്രാരംഭത്തിൽ പറയാനുള്ളത്, മുഖം വാടത്തക്കവണ്ണം നമുക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ട് കേട്ടോ. അകത്തുമുണ്ട് പുറത്തുമുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്രാരംഭ ദൂത് നിന്റെ മുഖം വാടാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നിങ്ങളുടെ മേൽ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളാടി ചോറക്കൊരു സ്തോത്രം പറഞ്ഞു. ശക്തിയോടെ 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 നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ചെറിയൊരു പ്രയാസം വന്നാൽ മതി മുഖം പാടാനായിട്ട്. എല്ലാം ഉണ്ടെങ്കിലും, ബാങ്കിൽ നിറച്ച് പൈസ ഉണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ചെറിയൊരു വിഷയം മതി നമ്മുടെ മുഖം വാടാൻ. പക്ഷേ ആ വാട്ടം മാറ്റാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല, നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ വീശി ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പാൽക്കാലം കരങ്ങളൊന്ന് വീശി ഉറക്ക ശക്തിയോടെ ശക്തിയോടെ സ്തോത്ര 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 സ്തോത്രം. താങ്ക് യു. ഞാൻ ഈ ദിവസം സംസാരിച്ച് വരുന്നത് നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ മഹത്വമായി സുവിശേഷം ലോകത്തോട് അറിയിക്കണമെന്നുള്ള സന്ദേശമാണ്. കഴിഞ്ഞൊരു മാസം മുഴുവൻ നമ്മുടെ മിഷൻ മന്തായിരുന്നു. തിരുവല്ലാരി പരിസരങ്ങളുള്ള ഒത്തിരി വീടുകൾ കയറി ഇറങ്ങാനായിട്ട്, ഒത്തിരി കടകൾ കയറി ഇറങ്ങാനായിട്ട്, ഒത്തിരി പേരെ നേരിട്ട് കാണാനായിട്ട്, പരിശീലനങ്ങൾ നടത്താനായിട്ട് ഒക്കെ നമുക്ക് ഭാഗ്യമുണ്ടായി. ദേവദാസന്മാരും സഹോദരിമാരും കയറി ഇറങ്ങിയ ഭവനങ്ങളിൽ നിന്ന് പല കുടുംബങ്ങൾ പുതുതായിട്ട് ഈ സഭയിലോട്ട് വരാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി. അമ്മേ, നമ്മുടെ മിഷൻ മന്ദിര പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കാൻ കർത്താവ് സഹായിച്ചു. അതൊരു മാസത്തൊക്കെ തുടങ്ങിയതാണെങ്കിലും അത് യഥോചിതമായി തുടരാനാണ് നമ്മുടെ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവുമല്ല, ഒരു മാസം മുഴുവൻ ചെയ്തപോലെയല്ല, ആഴ്ചയിൽ ഒരിക്കൽ. ആമേൻ. ഓരോ സെല്ലിൻ്റെ വകയായിട്ടും സഭയുടെ മൊത്തമായിട്ടും വെള്ളിയാഴ്ച വൈകിട്ട് 4:30 തൊട്ട് യൂത്തിൻ്റെ വകയായിട്ടും നമ്മളെ ഭവന സന്ദർശനം ചെയ്യുവാനും പരിശ്രമം നടത്താനും സുവിശേഷം അറിയിക്കുവാനും നമ്മുടെ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അത് തുടരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. അതെല്ലാം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇനി വീണ്ടും ആമേൻ ആവർത്തിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധമായ തന്നൊരു ദൂത് നിങ്ങളുമായി പെട്ടെന്ന് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 26 അവൻ യെരൂശലേമിൽ എത്തിയാറെ 26 മുതൽ അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു.
ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂടി. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. മതി. അവൻ യെരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് സംസാരിച്ചും ദമസ്കോസിൽ അവൻ യേശു നാമത്തെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ച് എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ഹെഡിങ് എന്താ ചോദിച്ചാൽ, ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇത്രേ ഉള്ളൂ. ബർന്നബാസ് ഒത്തിരി കാര്യമൊന്നും ചെയ്തില്ല. അവനെ കൂട്ടിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. വലിയ സുവിശേഷ വേല ചെയ്തതായിട്ട് അവിടെ കാണുന്നില്ല. അവനെ കൂട്ടിക്കൊണ്ട് വന്നു. ആരെ ഏൽപ്പിച്ചു? അപ്പോസ്തലന്മാർ. എനിക്ക് നിങ്ങൾ പറയാം, നിങ്ങൾ വലിയ വേലയും ചെയ്യേണ്ട, അവനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അവൻ ആരാന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോണം. പ്രാർത്ഥനാമുറി ദൈവം വെളിപ്പെടുത്തും ആരെയാണ് കൂട്ടിക്കൊണ്ട് വരേണ്ടതെന്ന്. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. പ്രസംഗിച്ച് ഷൈൻ ചെയ്യുന്നവരെക്കാൾ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് കൂട്ടിക്കൊണ്ട് വന്നവർക്കാണ്. മനസ്സിലായോ? കൂട്ടിക്കൊണ്ട് വന്നവർക്ക്. ഇന്ന് എനിക്ക് പറയാനുള്ളത് കൂട്ടിക്കൊണ്ട് വരും. എന്നോട് പരിശുദ്ധമായി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്, കഴിഞ്ഞ ആഴ്ച ബിജി വരസ് ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ പറ്റും. 2 ആഴ്ചയായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുക. കൂട്ടിക്കൊണ്ടുവരുന്നൊരു ആത്മാവ്, പിരിച്ചുവിടുന്നൊരു ആത്മാവല്ല. പിന്നെന്തുവാ? ഉറക്കപ്പറ കൂട്ടിക്കൊണ്ടുവരണം. ഇതാണ് അവനെ. പൗലോസ് ദൈവമക്കളെ കൊല്ലാനായി നടന്നവനാണ്. അവൻ അധികാരപത്രം കയ്യിൽ വാങ്ങിക്കൊണ്ട് ദമസ്കോസിലേക്ക് അവൻ പായുകയാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യണം, കൊല്ലണം, നശിപ്പിക്കണം. അതാണ് അവൻ ലക്ഷ്യം. അവനെ യഹൂദ മതത്തിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ താല്പര്യം മൂത്ത് അവൻ അതിനു വേണ്ടി ഓടുകയാണ്, കൊല്ലാനായിട്ട്. യഹൂദ മതത്തിന് വേണ്ടി അവൻ വീറോടെ നിൽക്കുകയാണ്. ദൈവം എപ്പോഴും നോക്കുന്നത് വീറോടെ നിൽക്കുന്നവരെ ദൈവത്തിന് ആവശ്യം. വീറോടെ നിൽക്കുന്നവരകത്ത് വിശ്വാസി വന്നാലും ആ വീറ് കാണിച്ചുകൊണ്ടിരിക്കും. ഉറക്കം തൂങ്ങലെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. സഭയിൽ വന്ന 50 ഉറക്കം തൂങ്ങലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ വീറോടെ നിൽക്കുന്ന ഒരാൾ മതി സഭ ഇളക്കി മറിക്കാനായിട്ട്. അവൻ ആ വീറോടെ നിൽക്കുന്നവരെ സെലക്ട് ചെയ്യുന്നത് പാസ്റ്ററല്ല, ദൈവമാണ് സെലക്ട് ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ ആഞ്ഞടിച്ചു. സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം നട്ടുച്ചയ്ക്ക് ശൗര്യന്മേൽ വീണു. അവൻ വാഹനമുഖത്തിൽ താഴെ വീണു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അവനെ നേർവഴി എന്ന തെരുവിൽ തോൽക്കള്ളനായ ശിമോനെ വിട്ടുകൊണ്ട് എത്തിച്ചു. നമുക്ക് ചരിത്രമൊക്കെ അറിയാം, വായിക്കാൻ സമയമില്ല. 3 ദിവസം അവനോട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്യാസ് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനെ ദൈവം അയച്ചു. അവനെ കണ്ണു തുറന്നപ്പോൾ അവൻ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ അപ്പോസ്തലൻ ജനിക്കുകയാണ്. യഹൂദമതത്തിന് വേണ്ടി ഓടി നടന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചേഞ്ചായി, സഭയ്ക്കകത്ത് കയറി. പക്ഷെ പ്രശ്നം, യവനെ സ്വീകരിക്കാൻ ആർക്കും തയ്യാറല്ല. സഭക്കാർക്ക്, അപ്പോസ്തലന്മാർക്ക് ആർക്കും യവനെ കൂടെ കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ട്. അതിൻ്റെ കാരണം യവൻ ആരായിരുന്നെന്ന് അവർക്കറിയാം. നമ്മളിനെ പറയത്തില്ലടാ, യവൻ എപ്പോഴാ വിധം മാറുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പമ്മി നിൽക്കുക, എന്തുവാ പരിപാടി എന്ന് അറിയത്തില്ല. അകത്ത് കയറി യവൻ നമ്മളെല്ലാം അകത്തൂടെ ഒരു പരിപാടി നടത്താനായിരിക്കും കയറുന്നത് എന്നൊക്കെയാണ് ശിഷ്യന്മാർ ചിന്തിച്ചത്. യവനെ ദൈവം തിരഞ്ഞെടുത്താന്നൊരു ഉൾക്കാഴ്ച ഒന്നും ഈ ശിഷ്യന്മാർക്ക് ലഭിച്ചില്ല.
അനന്യാസ് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അനന്യാസ് ദൈവത്തോട് പറയുക, ദൈവമേ, ഞാൻ എങ്ങനെ അവൻ്റെ അടുക്ക് പോയി പ്രാർത്ഥിക്കുന്നത്? അവന് ദൈവമക്കൾക്ക് വളരെ ദോഷം ചെയ്തൊരു ആളാണെന്ന് എനിക്കറിയാം. അവരെ തലയെ കൊണ്ട് കൈവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാര്യമാണോ? അതൊക്കത്തില്ല, എന്നെക്കൊണ്ടൊക്കത്തില്ല. പക്ഷെ ദൈവം എന്നെ നിർബന്ധിച്ച് ആ ശുശ്രൂഷ ചെയ്യിച്ചു. അപ്പോൾ ഇതേ ഫീലിംഗ് തന്നെയാണ് അപ്പോസ്തലന്മാർക്കും. ദൈവത്തിന് സ്തോത്രം. ഇവനെ മാനസാന്തരപ്പെട്ടത് പറഞ്ഞിട്ടും മാനസാന്തരപ്പെട്ട കാര്യം വിശ്വസിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരിടത്ത് ചേരാനൊക്കാതെ ഒരു മൂലയ്ക്ക് നേർവൈദ്യൻ്റെ തെരുവിൽ ഒരു തുറക്കല്ല ശിമോൻ്റെ വീട്ടിൽ ഒതുങ്ങിപ്പോയൊരു ശുശ്രൂഷകനെ, ആരും അറിയാത്ത, ആരും കാണാത്ത, ആരും കേൾക്കാത്തൊരു മനുഷ്യൻ, ദൈവസഭയിലോട്ട് ഒരിക്കലും വരുമെന്ന് വിചാരിക്കാത്തൊരു മനുഷ്യനെ, അവനെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവനെ ആരും അടുപ്പിക്കാതിരുന്നപ്പം അവനെ തെരഞ്ഞു പിടിച്ച് അവനെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് അപ്പോസ്തലന്മാരെ കൊടുത്തൊരു മനുഷ്യനാണ് ബർന്നബാസ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആരും ചെയ്യാത്തൊരു കാര്യമാണ് ആര് ചെയ്തത്? ഞാൻ വിളക്കപ്പുറക്കത്തോളം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു വളരെ ഗൗരവമായ ദൂതാണ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ് ബർന്നബാസ് ചെയ്തത്. എല്ലാവരും അകറ്റി കളഞ്ഞപ്പോൾ എവനും വേണേ കൂട്ടത്തിൽ ഇന്നാ മതിയായത്. പക്ഷേ അവൻ അതിനകത്തൊരു സ്പെഷ്യലായിട്ട് അവനെ കൈക്ക് പിടിച്ചുകൊണ്ട് അപ്പസ്തലൻ കൈക്കൊണ്ട് കൊടുക്കുകയാണ്. സ്തോത്രം. ബർന്നബാസ് അവനെ കൂട്ടി അപ്പസ്തലനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് യവൻ്റെ അനുഭവസാക്ഷി, ശൗലിൻ്റെ അനുഭവസാക്ഷി മുഴുവൻ ബർന്നബാസ് അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇത് പറഞ്ഞു കേട്ടപ്പോൾ ശിഷ്യന്മാരവനെ സ്വീകരിക്കുകയാണ്. അവൻ അവരോട് കൂടുകയാണ്. അവരുടെ കൂടെ പെരുമാറിയെന്ന് ചെയ്യുന്നത് അവരുടെ കൂടെ ജോയിൻ ചെയ്തെന്നർത്ഥം. ജോയിൻ ചെയ്തുകൊണ്ട് ചെയ്ത കാര്യം അവന് പ്രസംഗിക്കാൻ തുടങ്ങി, സംഭാഷിക്കാൻ തുടങ്ങി, തർക്കിക്കാൻ തുടങ്ങി, അവിടുത്തേക്കാൾ ഊർജ്ജസ്വലനായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ അത്ഭുതം, ഇത്ര പെട്ടെന്ന് അവന് സ്പിരിറ്റ് എങ്ങനെ വന്നു? ഒരു കാര്യം നമുക്ക് കൊടുത്തു, ദൈവം ഒരുവനെ കണ്ടാൽ അവനെ കൂടെ നിവർത്തിക്കേണ്ട ശുശ്രൂഷകൾ എന്താണെന്ന് ദൈവത്തിനറിയാം. ആ ദൈവം ചെയ്യിച്ചിരിക്കും. ദൈവങ്ങളെ മനുഷ്യർ നിങ്ങളെ വിധിക്കുന്നത് പോലെ നിങ്ങളെ കാണില്ല. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ കേട്ട് നിങ്ങൾ ഒതുങ്ങിപ്പോകല്ലേ. നിന്നെ കൊള്ളത്തില്ല, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ ആരാ സഭയെ കൊണ്ടുവന്ന്, നിനക്ക് രണ്ടു പക്കം കൂട്ടി പറയാൻ അറിയാമോ, നിനക്ക് വാക്യം വായിക്കാൻ അറിയാമോ, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ, നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയുന്ന ആളുകളാണ് ചുറ്റുമുള്ളത്. അത് കേട്ട് ഒതുങ്ങിപ്പോയ ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് പറഞ്ഞ് നിങ്ങളോട് ദൈവന്മാർ പറയുന്നു, ആരെല്ലാം പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കല്ലേ. അത് പറയുന്ന നുണയാ. നിന്നെ പുറമേ കയറുകൊണ്ട് കെട്ടി ബന്ധിക്കാതെ നിന്റെ അകത്ത് ബന്ധിക്കുന്നൊരു പോരാട്ടമാണത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പോരാടി ഒതുങ്ങിപ്പോയ ചിലതിനകത്ത് ഇരിപ്പുണ്ട്. ഇതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് അഭിഷേകം തന്നതെങ്കിൽ, ദൈവമാണ് ശുശ്രൂഷ തന്നതെങ്കിൽ, ദൈവമാണ് വചനം തന്നതെങ്കിൽ, 1000 പേര് നിനക്കെതിരെ നിന്നാലും നിന്നെ തോടാൻ അനുവദിക്കത്തില്ല ദൈവം. നിന്നിൽ കൂടെ ദൈവം ചെയ്യാമെന്ന് വാക്കു പറഞ്ഞ ദൂതുകൾ, വാഗ്ദത്തങ്ങൾ നിന്നെ കൊണ്ട് ദൈവം പൂർത്തീകരിച്ചിരിക്കും. ഇന്ന് ഞാൻ പറയുന്ന നീ വിശ്വസിക്കണം. മനുഷ്യരെ പറയുന്ന നോണ നീ വിശ്വസിക്കല്ലേ. ദൈവം പറയുന്ന വാഗ്ദത്തം നീ വിശ്വസിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നാടുകളായി മുമ്പേ ജിബിൻ ഇവിടെ ലീഡ് ചെയ്ത് പറഞ്ഞല്ലോ, കെട്ടപ്പെട്ട ചില കഴുതുകൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരും നോക്കിയാലും മരിക്കാനൊക്കാത്ത കടുങ്കെട്ടിട്ട് ഇതിനെ കെട്ടിവെച്ചിരിക്കുന്ന ചില മേഖലകൾ ഇന്നത്തെ അഭിഷേകത്തിന്റെ ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്ര 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 സ്തോത്ര. Glory, 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 glory. സ്തോത്ര 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 സ്തോത്ര.
ചില ആടിനെ, പശുവിനെ, കിടാവിനെയൊക്കെ കെട്ടിയിട്ടിട്ട് ആ കെട്ടയച്ചു വിടുമ്പോൾ, ചില പട്ടിയൊക്കെ കെട്ടിവിട്ടിട്ട് കെട്ടയച്ചു വിടുമ്പോൾ അതിൽ കുതിച്ചൊരു ഓട്ടമുണ്ട്, എടുത്തൊരു ചാട്ടമുണ്ട്. ആമേൻ. ആ ചാട്ടത്തിൻ്റെ അർത്ഥം നാളുകളെ കെട്ടിയതിൽ നിന്ന് ഞാൻ മോചനം പ്രാപിച്ചതുള്ളതാണ്. ഇന്ന് നീ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നാളുകളെ കെട്ടി പൊട്ടിയ ആ ഒരു ശക്തിയോടെ കുതിച്ചു ചാടി പോകാനുള്ള ബലം ദൈവം നിന്റെ മേൽ ഇന്ന് പകർക്കാണ് പകരുക. പാസ്റ്റർമാരല്ല തരുന്നത്, ദൈവത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം ഇടുക. അത് ഏറ്റെടുക്കണം. ഇതിന് പ്രസംഗമാണികൾ കരുതരുത്. നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ദൈവം ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാളോട് സംസാരിക്കുമ്പോൾ, പാസ്റ്ററെ ഞാൻ വചനമൊക്കെ ഒരുക്കിക്കൊണ്ടുപോയി, പക്ഷേ പ്രസംഗിക്കേണ്ട പോലെ പ്രസംഗിക്കാൻ പറ്റിയില്ല, എവിടെയൊക്കെ ഉടക്കിപ്പോയി, ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവം ദൂത് തന്നെങ്കിൽ ചിലപ്പോൾ എല്ലാം പ്രകാശിച്ചെന്ന് വരത്തില്ല, ചിലപ്പോൾ എപ്പോഴും നന്നായി എന്നും വരത്തില്ല. എന്നാൽ ചിലതിന്മേൽ ദൈവം തൊടും, ചിലരെ തൊടും. ഒരിക്കൽ പാസ്റ്റർ ജേക്കബ് ജോൺ ഈ സമയം വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് 10 മീറ്റർ കൊടുത്തു. ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല. അപ്പം ഞാൻ വൈകിട്ട് പിടിച്ചെന്ന് പറഞ്ഞു, സണ്ണിച്ചാ ഇന്നത്തെ പ്രസംഗം കൊണ്ട് ശരിയായില്ല കേട്ടോ, ഒരു സുമാറില്ല. ഉടനെ പുള്ളി അദ്ദേഹത്തിനോട് പറയാം, എടാ ആർക്ക് പോയടാ? ദൈവത്തിന് പോയി. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു, ദൈവത്തിന് പോയെന്ന് പറഞ്ഞു. ഞാനങ്ങ് ചിരിച്ചു. പക്ഷെ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സഭയിലെ കാര്യമാണ് പറയുന്നത്, പാസ്റ്റർ ഇന്ന് അദ്ദേഹം 10 മിനിറ്റേ പറഞ്ഞുള്ളെങ്കിലും എനിക്കതൊരു വലിയ ശക്തിയായി മാറിയെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാഷാ ശൈലിയും നമ്മുടെ ഡ്രസ്സും നമ്മുടെ ആ വരവും പോക്കും എന്നല്ല ദൈവത്തിൻ്റെ വിഷയം. ഒറ്റ വാക്ക് മതി മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട്. ഒറ്റ വാക്ക് മതി നിന്നെ മാറ്റിമറിക്കാൻ. ഒറ്റ വാക്ക് മതി. മനുഷ്യർ നിന്നെ തളർത്തുമ്പോൾ ദൈവം നിന്നെ തളർത്തത്തില്ല, ദൈവം നിന്നെ വളർത്തും. എല്ലാവരും കൈയടിച്ച് ശക്തിയുള്ള ആരാധന മക്കളെ. ആരും ഉറങ്ങല്ലേ, ആരും മയങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഇത് ഉറങ്ങാനുള്ള ദിവസമല്ല. ചില കെട്ടപ്പെട്ടതിനെ അഴിക്കാനുള്ള അധികാരം അഭിഷേകവും ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതിന് വ്യാപാരം ചെയ്യണം. സ്തോത്ര 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 സ്തോത്ര. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബർന്നബാസ് ഈ ശൗലിനെ കൊണ്ടുവന്ന് ഈ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ദൈവസഭയ്ക്ക് നഷ്ടമാകുന്ന 14 ലേഖനങ്ങളാണ്. എവിടെയും മൂലക്ക് ഒതുങ്ങിപ്പോയി പുള്ളിയെ ചെയ്യും, എഴുതി മൂലക്കൂടെ പോയേനെ. മുഖ്യധാരയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ബാക്കിയുള്ള 11 അപ്പോസ്തലന്മാരെക്കാൾ യേശുവിൻ്റെ കൂടെ ജീവിച്ചിരുന്ന അപ്പോസ്തലൻ എന്നുള്ള നിലവാരത്തിലാണ് പിന്നെ പൗലോസ് നിൽക്കുന്നത്. കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ പൗലോസ് പറയുക, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത്. മറ്റവരെല്ലാം കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചപ്പോൾ പൗലോസ് പ്രാർത്ഥനാമുറി പ്രാപിച്ചെടുത്തു. പിടികിട്ടുന്നുണ്ടോ? എൻ്റെ ഭാഷയെ പറയാം, മണ്ഡലങ്ങളെ മാറ്റുന്നില്ല നമ്മുടെ ദൈവം. നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്നതിനാണ്. നിന്റെ പ്രാർത്ഥന മണ്ഡലം മാറും, നിന്റെ ശുശ്രൂഷയുടെ മണ്ഡലം മാറും, നിന്റെ ആരാധന മണ്ഡലം മാറും, നിന്റെ കൈയുടെ കെട്ടുകൾ അഴിയും. മനുഷ്യർ വിധിക്കുന്ന വിധിയല്ല വലുത്, ദൈവം വിധിക്കുന്ന വിധിയാണ് വലുത്. മണ്ഡലങ്ങളെ മാറ്റി എഴുന്നൊരു ദൈവം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. ദീപലബൗടെ കമ്പലബൗടെ ജാലക്കാലാർ അപ്പപ്പാറ. ഇന്ന് ആ പവർ ഏറ്റെടുത്തോണം. ആ പവർ നീ ആത്മാവിൽ ഏറ്റെടുത്തോണം. നീ ഒരു സ്പെഷ്യലായി മാറുകയാണ്, നീ ഒരു പ്രത്യേകത ഉള്ളവനായി മാറുകയാണ്. നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാനുണ്ട്. സ്വോത്ര 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 സ്വോ. ഞാൻ നിങ്ങൾ ചോദിക്കുക, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആരുണ്ട്? സ്തോത്രം. പൗലോസിനെ പറയാൻ, ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ അല്ലാതെയോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല.
ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്നെ സ്വർഗം വരെ എത്തിക്കാനും കഴിയുന്ന അഭിഷേകമാ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. അടുക്കളയ്ക്കകത്തും പെരയ്ക്കകത്തും കറങ്ങുന്ന അഭിഷേകമല്ല, സഭയ്ക്കകത്ത് കിടന്ന് കറങ്ങുന്ന അഭിഷേകമല്ല, ഞായറാഴ്ച കുരിശു വരച്ചു പോകുന്ന അഭിഷേകമല്ല. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തി നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മേൽ പകരാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, റെയിനയുടെ പോങ്ങയുടെ കൂടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു സഹോദരൻ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ ആ മനുഷ്യൻ്റെ അടുക്ക നിൽക്കാനൊക്കത്തില്ല, കറണ്ട് അടിച്ച് തെറിക്കുന്ന പോലെ നമ്മൾ തെറിച്ചു പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നീ, അഭിഷേകമുള്ള നീ നടന്നു പോയാൽ വിടുതല, നീ ഒരാളെ തൊട്ടാൽ വിടുതല, നിന്റെ നിഴല് തട്ടിയാൽ വിടുതല. ഓ ദൈവത്തിന് സ്തോത്രം. നീ തുവാല പ്രാർത്ഥിച്ച് കൊടുത്താൽ അതിലിട്ടാൽ വിടുതല. അതിൽ ബിസിനസ് ആക്കലെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ മേൽ ദൈവം ജ്വലിപ്പിക്കാൻ തീരുമാനിച്ചാൽ നീ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ എന്നിൽ കൂടെ നിന്നിൽ കൂടെ ചെയ്യിക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ട്. അപ്പൊ ബർന്നബാസ് ചെയ്ത ഒരു വലിയ കാര്യം ഒന്നും പ്രസംഗിച്ചില്ല വെച്ചാ, യവനെ പിടിച്ചോണ്ട് കൊണ്ട് ജയിപ്പിച്ചത്രേ ഉള്ളൂ. പിന്നെ അവനെ ഉപയോഗിച്ച വഴികൾക്കൊക്കെ ഉള്ള ക്രെഡിറ്റ് സത്യം പറഞ്ഞാൽ ബർന്നബാസിന്. അപ്പോസ്തലന്മാർ പോലും മടിച്ചു എന്നപ്പോൾ കൊണ്ടേപ്പിച്ചു. നിങ്ങൾക്ക് ഒരു വാക്ക് പോലും പറയാൻ അറിയത്തില്ലെങ്കിലും, ഒരു സുവിശേഷം പറയാൻ അറിയാമെങ്കിലും, പ്രാർത്ഥിച്ച് നടത്തിപ്പ് തരുന്ന ആളിൻ്റെ വീട്ടിൽ ചെന്ന് ആ ആളെ കാറെ കയറ്റി ഈ ഹോളിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് ദേവദാസന്മാരെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് പറയണം, ഞാൻ കൊണ്ടുവന്നൊരു ആത്മാവാണ്, ഒന്ന് നോക്കിക്കൊണ്ട് ഏൽപ്പിച്ചാൽ മതി, ബാക്കി നീ ഒന്നും ചെയ്യണ്ട, ബാക്കിയുള്ള കാര്യമെല്ലാം സ്വർഗം ചെയ്തോളും. ആ വന്ന മനുഷ്യനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുമെന്ന് നിനക്കും എനിക്കും പ്രവചിക്കാനൊക്കത്തില്ല. അത് ചെയ്യുന്നത് നമ്മളല്ല, അത് ചെയ്യുന്നത് ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെങ്ങനെ വിശ്വാസത്തിൽ വന്നത്? നിങ്ങളോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടല്ലേ? ആരെയും പ്രാർത്ഥിച്ചിട്ടല്ലേ? ആരെയും കൊണ്ടുവന്നിട്ടല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ എങ്ങനെ വിശ്വാസത്തിൽ വന്നെന്ന്. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത്, ആദ്യത്തെ സഭായത്തിന് പോയത്, ആദ്യത്തെ കൂട്ടായ്മയ്ക്കകത്ത് കയറിയത് ഒറ്റയ്ക്കൊന്നും ഓടിക്കയറിയതാണോ? അല്ലല്ലോ. ആരെയൊക്കെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ നിങ്ങൾ ഈ ആലയത്തിൽ വന്നെങ്കിൽ നിങ്ങളിൽ കൂടെ ചിലരെ കൂടെ ഈ ആലയത്തിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഈ സഭയിലെ 1000 വിശ്വാസികളും ബർന്നബാസുമാരാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. വരും ദിവസങ്ങളിൽ ചില്ലെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മളെ നയിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ബർന്നബാസിനെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയുകയാണ്. ബർന്നബാസ് ഒരു ലേവ്യനായിരുന്നു. അവൻ ഒരു മാതൃകാ പുരുഷനായിരുന്നു, ഒരു മോഡലായിരുന്നു. മോഡൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃക ജീവിക്കുന്നവനെയാണ് മോഡൽ എന്ന് പറയുന്നത്. അവനൊരു പെട്ടെന്ന് പറയുകയാണ്, അവനൊരു ലേവ്യനായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു മാതൃകാ പുരുഷനായിരുന്നു. തൻ്റെ സ്വഭാവം കണ്ടുകൊണ്ട് അപ്പോസ്തലന്മാർ അവനിട്ട പേരാണ് ബർന്നബാസ് എന്നാണ് വേദശാസ്ത്രിമാരുടെ അഭിപ്രായം. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറുള്ള ആളായിരുന്നു ബർന്നബാസ്. നല്ല ഒരു ഡീസൻ്റായൊരു ബിഹേവിയർ. മനസ്സിലായില്ലേ? വിശ്വാസി വന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവൻ നല്ല സ്വഭാവം വേണമെന്നില്ല. ഞാൻ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, പുതിയ വിശ്വാസമൊക്കെയുള്ളതുണ്ട്. ഒരു പക്ഷേ 35-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടാൽ അവൻ പരിചയിച്ചതും അവൻ വളർന്നതും ആ 35 വർഷത്തെ അവൻ്റെ ജഡീക ലൈഫിൻ്റെ കൾച്ചറാണ്. കുടിക്കുക, വലിക്കുക, മോഷ്ടിക്കുക, വ്യഭിചാരം ചെയ്യുക, മറ്റുള്ള ഉപദ്രവിക്കുക, കള്ളത്തരം പറയുക, ഇങ്ങനെയൊക്കെയുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ 35 വർഷം അവൻ ജീവിച്ചു. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു 2 വർഷം വിശ്വാസം ജീവിച്ചു കഴിയുമ്പോൾ അവന് ആത്മീയ വയസ്സ് 2ഉം ജഡീക വയസ്സ് 35ഉമാണ്. 35 വയസ്സുകാരന് 2 വയസ്സുകാരോട് വഴക്കുണ്ടാക്കിയാൽ ആരാ ജയിക്കുന്നത്? നിങ്ങൾ പറ, ആരാ ജയിക്കുന്നത്?
ആരാ ജയിക്കുന്നത്? 35 വയസ്സുകാരനാണ്. അപ്പോൾ ഈ 2 വയസ്സുള്ള ആത്മികനെ ഏത് സമയത്ത് 35 വയസ്സുകാരൻ ഞെക്കിക്കൊണ്ടിരിക്കും. അതിനാണ് ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കാനായിട്ട് അകത്തെ ആത്മീയ മനുഷ്യൻ്റെ പക്വത ഉണ്ടാകണം. അങ്ങനെ പക്വത ഉണ്ടാകണം. വചനം എന്ന മായമില്ലാത്ത പാൽ എന്ത് ചെയ്യണം? കുടിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ജഡത്തെ എന്ത് ചെയ്യുന്നു? മരിപ്പിക്കുന്നു. അപ്പം ജഡത്തെ മരിപ്പിക്കുന്ന ഒരു അനുഭവത്തിൽ നമുക്കുണ്ടാകണം. അതായത് വിശ്വാസി വന്ന് സ്നാനപ്പെട്ടോണ്ട് മാത്രം കാര്യമായില്ല. ഇത് എനിക്കും ബാധകമാണ്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും ബാധകമാണ്. അപ്പം ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാന്യതയോടെ ലൈഫ് നയിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഉടുപ്പിട്ടത് കൊണ്ടോ, നല്ലപോലെ സോഫ്റ്റായി സംസാരിച്ചത് കൊണ്ടോ, നല്ല ലെവലിൽ ജീവിച്ചത് കൊണ്ടോ ഞാനൊരു ആത്മീയനാകണമെന്നില്ല. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ എൻ്റെ അകത്തെ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാകാം. അതിനെ മരിപ്പിച്ചിട്ട് സ്പിരിച്വലായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വില കൊടുക്കണം. കോപിക്കാൻ വരുമ്പോൾ കോപിക്കാതിരിക്കുക, വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ വഴക്കുണ്ടാക്കാതിരിക്കുക, സംസാരിക്കാൻ വരുമ്പോൾ സംസാരിക്കാതിരിക്കുക. സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സംസാരിക്കാതിരിക്കുന്നത്. സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചില പറഞ്ഞിട്ടില്ലേ, എടാ ഞാൻ എൻ്റെ പഴയ സ്വഭാവം എടുക്കും കേട്ടോ, പിന്നെ പെന്തിക്കോസിലായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നാലും പണ്ടെടുത്ത് പറഞ്ഞു, ഞാൻ കൈ പണ്ടെടുത്ത് സ്നാനപ്പെട്ടപ്പോൾ കൈ പൊക്കി പിടിച്ചെന്നാണ് പറയുന്നത്. വെള്ളത്തിൽ മുങ്ങിയില്ല. അതിനേക്കാളും എന്തിനാ കൈ മുക്കാൻ, എനിക്ക് ഇതിന് വൃത്തിയിട്ട് ഒന്നുകൂടെ കൊടുക്കാനുണ്ടെന്ന്. അതുകൊണ്ട് മുക്കാതെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. പല ആളുകളും ഇങ്ങനെയാണ്, എല്ലാം മുങ്ങത്തില്ല. ജഡം ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളിച്ച് വന്നവരല്ല. പ്രസംഗിക്കുന്നത് ഞാനും കേൾക്കുന്ന നിങ്ങളും. ഒരു നല്ല മനുഷ്യനാകാനായിട്ട് ശ്രമിക്കണം, സ്പിരിച്വൽ ആകാൻ ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും പാപം ചെയ്തിരിക്കുന്നത് ആരെങ്കിലും കാണുമോ കേൾക്കുമോ എന്നുള്ള അങ്ങനെയല്ല, ദൈവം അറിയുന്നല്ലോ എന്നോർത്ത ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഞാൻ എന്ത് ചെയ്താലും ദൈവം അതിനെ അറിയുന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് ഏറ്റവും പക്വതയോടും പാകതയോടും ജീവിക്കാനേ കഴിയും. അപ്പോൾ ഇവൻ്റെ സ്വഭാവം കണ്ടപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തനിക്കുള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഈ ബർന്നബാസ് വളരെ ഉത്സാഹമുള്ളവനായിരുന്നു. വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവനായിരുന്നു. അതുകൊണ്ടല്ലേ പൗലോസിനെ പിടിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് കൊണ്ടുവന്നത്. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ കഴിവുള്ളവരെ കണ്ടെത്തി കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുന്നവനായിരുന്നു. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തി അവരെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുക, അല്ലെങ്കിൽ ശിഷ്യരുടെ അടുക്കൽ എത്തിക്കുക എന്ന പ്രത്യേക കൃപയുള്ളവരായിരിക്കണം. ഞാൻ ഇന്ന് പലക്കാലം പറയട്ടെ ദൈവമക്കളെ, നമുക്ക് വേറെ ഒരു കഴിയുമില്ലെങ്കിലും കഴിവുള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ശുശ്രൂഷ നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറയാൻ ഇടയാത്തി വരുന്നു. നിങ്ങൾക്കത് അന്ത്രയോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അന്ത്രയോസാണ് പത്രോസിനെ കൊണ്ടുവന്ന് യേശുവിനോട് കൊടുത്തത്. അപ്പോൾ അന്ത്രയോസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ പിന്നെ ചെയ്ത കാര്യം ബാലൻ്റെ കയ്യിൽ അപ്പം കണ്ടുപിടിച്ചു. അപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് പുരോഗതി ഏത് ബാലൻ്റെ കയ്യിലാണ് 5000 പേർ കൊടുക്കാനുള്ള അപ്പം ഇരിക്കുന്നതെന്ന് മറ്റ് ശിഷ്യന്മാർക്ക് മറഞ്ഞിരുന്ന കാര്യം ഈ അന്ത്രയോസ് കണ്ടുപിടിച്ചു. നമ്മളാണെങ്കിൽ ആരെ കുറ്റമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. എന്നാൽ അന്ത്രയോസ് അങ്ങനെയല്ല. അന്ത്രയോസ് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം, ദൈവത്തിന് ഉപയോഗമുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അവൻ്റെ ചിന്ത. പ്രയോജനമുള്ളവരെ കണ്ടുപിടിക്കുന്ന അതേ ശുശ്രൂഷയാണ് നമുക്ക് ഈ അന്ത്രയോസിൽ കാണുന്നതെന്ന്. അന്ത്രയോസിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെ നമ്മളെ എടുത്തപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് ബർന്നബാസിൽ കാണുന്ന അതേ ശുശ്രൂഷയാണ്. രണ്ടും അങ്ങനെയാണ്. അപ്പോൾ ഇനി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയേനിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു.
വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. നിൽക്കണേ, ബാക്കി ഞാൻ വായിക്കാം. സ്തെഫാനോസിനെ കൊല്ലുന്ന കണ്ടപ്പോൾ അന്ന് യെരുശലേമിൽ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ചെതറി, 4 വഴിക്കായി ചെതറി ഓടിയവര്. പ്രാണരക്ഷാതെ അല്ലെ അവരെ കൊല്ലും. അങ്ങനെ ഓടിപ്പോയവരിൽ ഒരു കൂട്ടം ആളുകൾ അന്ത്യോക്യയിൽ ചെന്നു. അന്ത്യോക്യയിൽ ചെന്ന അവരെ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. 11-ാം അധ്യായത്തിൻ്റെ 10 വാക്യമാണ് വായിച്ചത്. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. 20-ാമത്തെ വാക്യം, കർത്താവിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വാസാധീനമായി തീർന്നു. അപ്പം അന്ത്യോക്യയിൽ ഇവർ അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ വലിയൊരു കൂട്ടം അന്ത്യോക്യയിൽ വിശ്വാസത്തിലേക്ക് വന്നു. വലിയൊരു കൂട്ടം. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൈ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിൽ നീ ഒന്നും ചെയ്തില്ലെങ്കിലും വലിയ കൂട്ടത്തെ തരാൻ ദൈവത്തിന് കഴിയും. മക്കളെ, ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കരങ്ങളാൽ ദൈവത്തിൻ്റെ കരം തൊടുന്നതായിട്ട് ഒന്ന് കണ്ണടച്ച് സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ 2 കരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം, ആണിപ്പഴുതുള്ള കരം നിങ്ങളെ തൊടുന്നതായിട്ടൊരു ദർശനം ഒന്ന് കണ്ടേ, ആ കാഴ്ച ഒന്ന് കണ്ടേ. ഞാനിത് കണ്ടുകൊണ്ടാണ് കൈ ഉയർത്താൻ പറഞ്ഞത്. ഞാൻ കാണുന്നു ആ കയ്യിൽ കൂടെ വ്യാപരിക്കുന്നൊരു അഭിഷേകം. രാജപാസ്റ്റല്ല നിങ്ങളുടെ കയ്യെ തൊട്ടിരിക്കുന്നത്, കർത്താവാണ് തൊട്ടിരിക്കുന്നത്. തലമുടി മുതൽ കാലിലെ നഖം വരെ വ്യാപരിക്കുന്ന ഒരു വലിയ കൃപയുടെ വ്യാപാരം ഈ സെക്കൻഡ് നിങ്ങളുടെ മേൽ ദൈവം വയ്ക്കുകയാണ്. ദൈവത്തിന്റെ കൈ ഇപ്പോൾ എൻ്റെ മേൽ വ്യാപരിക്കുന്നു, എൻ്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കുന്നു, എൻ്റെ തലമുറ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൈ ദൈവത്തിന്റെ കൈ അനുകൂലമായപ്പോൾ അവിടെ സംഭവിച്ച കാര്യം, ദൈവത്തിന് സ്തോത്രം, അവിടെ വലിയ കൂട്ടം ആളുകൾ വിശ്വാസത്തിൽ വന്നു. സ്തെഫാനോസിനെ കൊന്നാൽ സഭ തീർന്നെന്ന് അവർ വിചാരിച്ചത്. പക്ഷെ ആർത്ത് കളിക്കുകയായിരുന്നു. ചില മരം വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ മരം തീർന്നെന്ന്. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരു സ്റ്റെമ്മിന് പകരം, ഒരു മുകുളത്തിന് പകരം 10, 40, 50 ശിഖരങ്ങൾ ആർത്ത് കളിക്കുകയാണ്. നിന്നെ മൊത്തത്തിൽ തകർത്ത് കളയാൻ, വെട്ടിക്കളയാൻ ഞാൻ സാത്താൻ ശ്രമിച്ചപ്പോൾ ആ വെട്ടിയ പാടിൽ നിന്ന് നീ പോലും അറിയാത്ത അനേകം മുകുളങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് കഴിയും. നിന്നെ വെട്ടിയവരെ മുമ്പിൽ നീ ആർത്ത് കളിക്കും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ ആർത്ത് കളിക്കും. നിന്നെ തകർക്കാൻ വന്നവരുടെ മുമ്പിൽ ആർത്ത് കളിക്കും. വെട്ടിയവരെ നീ പിന്നെ കാണത്തില്ല, നീ അവിടെ തന്നെ നിൽക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വാക്യം, ഒരു വിഷമായാൽ പ്രത്യാശയുണ്ട്. അത് വെട്ടിക്കളഞ്ഞാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് പൊട്ടിക്കളിക്കും, ആർത്ത് കളിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെട്ടിയിട്ട ചില മരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനത് ആത്മാവിൽ കാണുന്നു. വെട്ടിയോട് തന്നെ പറഞ്ഞു, ഇനി ആയുസ് കളിക്കത്തില്ല, തീർന്നു, തകർന്നു. സ്തോത്രം. പക്ഷെ നീ തകരാതിരിക്കത്തക്കവണ്ണം വെള്ളത്തിന്റെ ഗന്ധമുണ്ട്. ഈ വെള്ളം നിനക്ക് തരുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. ഈ വെള്ളത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വെള്ളം നിന്റെ മേൽ ഒഴുകുന്നുണ്ടെങ്കിൽ
നിന്നെ ആര് വെട്ടിയാലും ആർത്ത് വിളിക്കത്തക്ക വേണം ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇന്ന് പകൽ പകരുക. സ്തോത്രം 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 സ്തോത്രം. വെട്ടാനൊരു കാലം, ആർത്ത് കളിക്കാനൊരു കാലം. ഒരിക്കലും ഭൂമിയുടെ മുഖത്ത് കാണത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ തകർത്തവർ നിങ്ങളുടെ ചുറ്റുമുണ്ട് കേട്ടോ. പക്ഷെ അവരെല്ലാം ഇന്നും അതേ ഗതി കിടക്കുമ്പോൾ നീ നിന്റെ തലമുറയും സാമ്പത്തികം ഒത്തിരി വന്നില്ല, പക്ഷെ അകത്ത് സമാധാനം ദൈവം തന്നു. ഒത്തിരി പിള്ളേരുണ്ടായില്ല, തന്നതിനെ ദൈവം മാനിച്ചു. ഒത്തിരി വഴി ദൈവം തുറന്നില്ല, എന്നാ ഒരു ദിവസം പോലും ഒന്നിനും കുറവ് ദൈവം വരുത്തിയില്ല. കയ്യടിച്ചുറക്കെ സ്തോത്രം പറഞ്ഞോ. വെട്ടിയിട്ടാലും വെള്ളത്തിന്റെ ഗന്ധം വരുമ്പോൾ ആർത്ത് കളിപ്പിക്കുന്ന ദൈവം. യാക്കോബിനെ കൊന്നു, സ്തെഫാനോസിനെ കൊന്നു, പരിപാടി ദൈവം അവര് വിചാരിച്ച്. എനിക്ക് അപ്പോസ്തലപ്രവൃത്തി ഞാൻ പൗരുഷനിൽ ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്ലാസ്സും എടുക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം കൂടിക്കൂടി വരികയാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിൻ്റെ അകത്ത് കെട്ടിയിട്ടു, പൂട്ടി. 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും പൂട്ടിയിട്ടിട്ട് അവരെ കാവൽക്കാരെ കാവലാക്കി. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് കാവലുകളെ മയക്കിയിട്ടേച്ച് പൂട്ടുകളെ പൊളിച്ച് ഈ ദേവദാസന്മാരെ പുറത്തു കൊണ്ടുവന്നു. കേൾക്കണേ, പുറത്തു കൊണ്ടുവന്നിട്ട് നീ ഒളിവി പൊക്കോ എന്നല്ല ദൈവം പറഞ്ഞത്, ദേവാലയത്തിൽ പോയി പ്രസംഗിക്കാനാണ് പറഞ്ഞത്, പാത്തിരിക്കാനല്ല പറഞ്ഞത്. നീ ദേവാലയത്തിൽ പോയി പ്രസംഗിക്ക്. അയ്യോ രക്ഷപ്പെട്ടിട്ട് പിന്നെ പാത്തിരിക്കണല്ലോ, വേണ്ട, രക്ഷപ്പെടുത്തിയ ഞാനാ, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. രാവിലെ 10 മണിയായപ്പോൾ ജഡ്ജിമാരെല്ലാം വട്ടം കൂടി, സെനോദാസ് കൂടി, പരീക്ഷന്മാരും സാധുക്യരും ഒക്കെ വട്ടം കൂടിയിട്ട് പറഞ്ഞു അവരെ ഇങ്ങ് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, ഗേറ്റ് തുറന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ പടയാളികൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾ വായിക്കണേ, 4-ും 5-ലും എഴുതിയിട്ടുണ്ട്. പടയാളികൾ അവിടെ തന്നെ തോക്കും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എല്ലാ കാവലും പൂട്ടിയിട്ടുണ്ട്, ഡബിൾ താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. പക്ഷേ അകത്ത് ആളില്ല. പത്രോസ് ഇറങ്ങിയതിനേക്കാൾ എനിക്ക് അല്പം ഈ പരിപാടിയാണ്. പത്രോസ് ഇറങ്ങിയതിനേക്കാൾ, പത്രോസ് ഒരാളാണ്, ഇത് ഒത്തിരി പേരെയാണ്. ഇവരെ അകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവന്നത് പടയാളികളും അറിഞ്ഞില്ല. പൂട്ട് പൊളിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് ദൂതന്മാർ തന്നെ വീണ്ടും പൂട്ടി. അല്ലെങ്കിൽ പൂട്ടില്ലാതെ ഇവരെ വെളിയിൽ കൊണ്ടുവന്നു. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ചെന്ന് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ അയ്യോ അകത്ത് ആരെയും കാണുന്നില്ല, പൂട്ട് അതുപോലെ തന്നെ പൂട്ടിക്കിടപ്പുണ്ട്, പടയാളികൾ അങ്ങനെ നിൽപ്പുണ്ട്. ഒരുത്തമെന്ന് പറഞ്ഞു അയ്യോ അവരുടെ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. വല്ലതും പിടി കിട്ടിയോ? ദൂത് കേട്ടോ? നിന്നെ 1000 താഴിട്ട് പൂട്ടിയാലും പൂട്ടിയവരറിയാതെ, കാവൽക്കാരറിയാതെ നിന്നെ അകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരാൻ 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരാനും, നിന്നെ പൂട്ടിയ താഴെ വീണ്ടും പൂട്ടാനും, നിന്നെ കൊണ്ട് ദേവാലയത്തെ പ്രസവിപ്പിക്കാനും അധികാരമുള്ള അഭിഷേകത്തിന്റെ ശക്തിയായി ഇന്ന് പകൽ നിന്റെ മേൽ പകരുന്നെന്ന് നീ ആത്മാവ് തിരിച്ചറിയണം. ഇന്ന് കെട്ടൊന്ന് പൊട്ടണ അന്ന് ആഞ്ഞൊന്ന് ആരാധിച്ച ദൈവമക്കളെ. സ്തോത്രം സ്തോത്രം. ഒന്ന് ശക്തിയോട് ശക്തിക്ക് എല്ലാവരും സ്തോത്രം പറഞ്ഞ് ആരാധിച്ച്. റബല റൗഡ പോരാ പോരാ പോരാ, ശക്തിയോടെ. ഗ്ലോറി 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 ഗ്ലോറി.
ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ അപ്പോസ്തലപ്രവൃത്തി 4:5 വാക്യങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. രാഷ്ട്രീയക്കാർ പൂട്ടിയാലും, സമുദായക്കാർ പൂട്ടിയാലും, ആഭിചാരം കൊണ്ട് പൂട്ടിയാലും, അസൂയ കൊണ്ട് പൂട്ടിയാലും, ആമേൻ ആമേൻ, ദേശാധിപത്യത്തിൽ കെട്ടിട്ട് പൂട്ടിയാലും, ആ പൂട്ടുള്ളപ്പോൾ തന്നെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഇന്ന് നീ ആത്മാവ് തിരിച്ചറിയണം. നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല, നീ അനാഥനല്ല. നിന്നെ കൈക്ക് ദൈവം പിടിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് വാക്യോട് പറയട്ടെ. നിങ്ങൾക്ക് കാണാതറിയാവുന്നൊരു വാക്യം. ആ വാക്യം നമ്മൾ ഒരുമിച്ച് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ കെട്ടുകളെല്ലാം പൊട്ടും. ഞാൻ പറഞ്ഞു തുടങ്ങുക, നിങ്ങൾക്കറിയാവുന്ന കാണാപ്പാടമാണ് ആ വാക്യം. ചേർന്ന് പറയണം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും. അയ്യോ, കേട്ടിട്ടില്ലേ? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ള എന്റെ ദൈവം. കൈയടിച്ച് ഉറക്കെ സാധനം വരാ. നിന്നെ ആരെല്ലാം അടച്ചാലും ആരെല്ലാം പൂട്ടിയാലും ഇന്ന് മേൽ ദാവീദിന്റെ താക്കോലുള്ളവർ വന്നിട്ടുണ്ട്. ഓ റബ, പോരാ പോരാ, ചില പൂട്ടുകൾ തുറക്കുക. ഓ റബ റബല, പോരാ പോരാ, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് മക്കൾ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ കെട്ടുകളെ കടത്ത പൊട്ടിക്കുക. പല ടൈപ്പ് പൂട്ടുകളുണ്ട്. സ്തോത്രം. നീ തന്നെ തെളിയ തുറക്കുന്ന പൂട്ടുണ്ട്. നിന്റെ ചാവിയുടെ തുറക്കുന്ന പൂട്ടുണ്ട്. അകത്തുനിന്ന് തുറന്നു വരുന്ന പൂട്ടുകളുണ്ട്. എല്ലാം വിശദമായി പറയാൻ സമയമില്ല. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, നീ നടന്ന് ചെല്ലുമ്പോൾ തന്നെ തുറക്കുന്ന പൂട്ടുണ്ട്. നടന്നാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട്. പണ്ട് ആദ്യം അമ്മ എയർപോർട്ടിൽ പോയിരുന്ന് പാസ്റ്റർ പറഞ്ഞു, ഞാൻ സ്തോത്രം പറഞ്ഞപ്പോൾ കഥ തുറന്നു. ഞാനങ്ങോട്ട് ചെല്ലുക, എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ തുറക്കണമെന്ന്. ഞാനങ്ങോട്ട് സ്തോത്രം എന്ന് പറയുകയും ഇതൊക്കെ തുറക്കുകയും ചെയ്തു. സ്തോത്രം. ചിരിക്കണ്ട കേട്ടോ, അങ്ങനെയുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. നീ സ്തോത്രം പറയുമ്പോൾ ചില കെട്ടുപൊട്ടും. ആമേൻ. അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ചില വാതിലുകൾ ഇന്ന് പൽക്കാലം ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് പൽക്കാലം ഉറക്കെ സ്തോത്രം പറയണം. വിദേശത്തേക്ക് പോകുന്ന ചിലരോട് ഇന്ന് മകൾ ദൈവമാ സംസാരിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചിലരോട് ദൈവമാ കൽപ്പിക്കുന്നു. ചിലതിനു വേണ്ടി കാത്തിരിക്കുന്ന, പണം മുടക്കിട്ട് കാത്തിരിക്കുന്നവരോട് ദൈവമാ കൽപ്പിക്കുന്നു. അമ്മ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നീ മനസ്സിൽ ഭാരപ്പെടുന്ന ദൈവത്തിന് ആത്മാ കൽപ്പിക്കുന്നു. നിന്റെ കഴിവ് കൊണ്ടും നിന്റെ മിടുക്കൊണ്ടും നടക്കാത്ത ചിലത്, ഒരു പരീക്ഷയല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, എത്ര പരീക്ഷ വന്നാലും ഓരോ പൂട്ടും പൊളിച്ച് ഓരോ കെട്ടും പൊട്ടിച്ച് നിന്നെ അവിടെ എത്തിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ നിരാശപ്പെട്ടു പോകല്ലേ. ആമേ. ദാവീദിന്റെ താക്കോലുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ഓ പോരാ, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച്. ഇന്ന് ചില കെട്ടുകൾ പൊട്ടുന്ന ദിവസമാണ്. ചില പോരുകൾ അഴിയുന്ന ദിവസമാണ്. പാരമ്പര്യത്തിലെ കെട്ടുകൾ അഴിയുന്ന ദിവസമാണ്. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് കഴിയുമ്പോൾ അതൊരു വലിയ അഭിഷേകമായി മാറുകയാണ്. ഇങ്ങനെ മക്കദോനിയയിൽ ഒത്തിരി പേര് വന്നെന്ന് യെരുശലേമിലുള്ളവർ അറിഞ്ഞു. സ്തെഫാനോസ് പോയല്ലോ, യാക്കോബ് പോയല്ലോ എന്നും പറഞ്ഞ് താടയ്ക്ക് കൈയും കൊടുത്ത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്തോ പ്രാർത്ഥിച്ചു? കർത്താവേ,
കൂട്ടുസഹോദരന്മാരെല്ലാം 4 വയസ്സോട് ചിതറി ഓടി. എവിടാന്ന് പോലും അറിയത്തില്ല, എവിടെ പാർക്കെന്ന് അറിയത്തില്ല, എവിടെ താമസിക്കുന്ന അറിയത്തില്ല, എന്ത് കഴിക്കുന്ന അറിയത്തില്ല. കർത്താവേ, ആരെല്ലാം എവിടെയെല്ലാം പോയോ, അവരെ എവിടെയെല്ലാം ചെന്നോ, അവിടെയെല്ലാം ആത്മാക്കളെ തരണമേ എന്ന് യെരൂശലേമിൽ ദേവദാസന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂത് വന്നു, മെസ്സേജ് വന്നു, പേടിക്കണ്ട, നമ്മുടെ ദേവദാസന്മാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എവിടെ ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്തിൻ്റെ പേര് അന്ത്യോക്യയാണ്. അവിടെ വലിയ കൃപ വ്യാപരിച്ചാ, അവിടെ ദൈവത്തിൻ്റെ കൈ അനുകൂലമായി വലിയൊരു കൂട്ടം അവിടെ മുമ്പോട്ട് വന്നു. ഈ വാർത്ത കേട്ടുടനെ അപ്പോസ്തലന്മാർ തീരുമാനിച്ചു, ഇത് കറക്റ്റാണോ ഇല്ലയോ ഒന്നറിയാൻ, എന്നെ അവിടെ നടക്കുന്ന സംഭവം ഒന്നറിയാനായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് എന്ത് ചെയ്യണം? പറ. ഞാൻ പെട്ടെന്ന് പ്രസംഗം നിർത്താം, പറഞ്ഞാട്ടെ, ബാക്കി അടുത്ത ആഴ്ച പറയാം. ആമേൻ പറഞ്ഞ് ആരെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു പാസ്റ്റർ അങ്ങോട്ട് എന്ത് ചെയ്യണം? അയക്കണം. അപ്പം നമ്മുടെ സമയത്ത് ഒരു കാര്യം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, അലക്സ് പാസ്റ്റർ പോയിച്ചു വാ, അല്ലെ ബെന്നി പാസ്റ്റർ പോയിച്ചു വാ എന്നൊക്കെ പറയുന്നതല്ലേ. ആമേൻ അവർ കൂടി ഒരു തീരുമാനമെടുത്തു, ആരെ അയക്കേണ്ടത്? ഉടനെ പറഞ്ഞു, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ബർന്നബാസിനെ അയക്കുക. ഒരു പോസിറ്റീവ് എനർജിയുള്ള മനുഷ്യനാണ്. ആരെയും പിരിച്ചു വിടുന്നവനല്ല, ആരെങ്കിലും പോയാൽ പിടിച്ചോണ്ട് വിടുന്നവനല്ല. അങ്ങനെയുള്ളവരെ വിട്ടാൽ ഒരു ഗുണമുണ്ട്. ചിലന്മാരെ വിട്ടാൽ ഉണ്ടല്ലോ, ഉള്ളവർ പിരിച്ചേച്ച് വരും. സ്തോത്രം. നമ്മുടെ കാര്യമല്ലേ കേട്ടോ. പുറത്തേക്ക് കുളം കലക്കാൻ കൃപയുള്ളവരുണ്ട്, കുളം കലക്കാൻ. വിട്ടാച്ചാൽ മതി, ഒന്നും ചെയ്യണ്ട, വിട്ടാച്ചാൽ മതി. ചെന്ന് കലക്കഴിച്ച് തിരിച്ചു വരും. ബർന്നബാസിനെ വിട്ടാൽ മതി എന്ന് അവരെല്ലാം കൂടി ഒറ്റക്കെട്ടാണ് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വോട്ട് ഇട്ടായിരുന്നെങ്കിൽ അവരെല്ലാം വോട്ട് ഇട്ട് പറഞ്ഞു, ആരെ അയക്കണം? ബർന്നബാസ്. ബർന്നബാസ് നീ പോകാൻ തയ്യാറാണോ? പിന്നെ അല്ല, ഞാൻ പൗലോസിനെ കൊണ്ടുവന്നാണല്ലോ, പിന്നെ എനിക്ക് അങ്ങോട്ട് പോയി കാണുന്നതന്നെ. എനിക്ക് എന്നാ കുഴപ്പം? ഞാൻ 24 hours into 7 നമ്മളങ്ങനെ 2 മണിക്കൂറുള്ളൂ നമ്മൾ അവൈലബിൾ ഉള്ളൂ. ഞായറാഴ്ച രാവിലെ 8 തൊട്ട് 10 പേര്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ എൻഗേജിലാണ്. അത് തന്നെ വലിയ പരിപാടിയും കേട്ടോ വന്നിരിക്കുന്നത്. കല്യാണങ്ങൾ 3, ശവടക്കം 4. ഇന്ന് ആരോടൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫീൽ ചെയ്യല്ലേ? മരണം ഒഴിച്ച് ദയവ് ചെയ്ത് ഞായറാഴ്ച പ്രോഗ്രാം പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരില്ലേ. മരണം മാറ്റി വെക്കാനൊക്കത്തില്ല. അത് ഒരു മരിക്കല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മരണം ഒഴിച്ച് ദയവ് ചെയ്ത് ഞായറാഴ്ചത്തെ കൊട്ടേഷൻ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരില്ലേ. അങ്ങനെ വന്നാൽ കുഴപ്പം, നമുക്ക് ഏകാഗ്രത കിട്ടത്തില്ല. പോണം 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 എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ മാല വണ്ടി ഇറങ്ങി പോകുമ്പോൾ ആളുകൾ പറയാം, കണ്ടില്ലേ രാജപാസ് വഴി സഭ തന്നുകൊണ്ടിരിക്കുകയുള്ളൂ, കുറച്ച് പേര് പിണങ്ങിപ്പോയെന്ന് പറയും. നാട്ടുകാർ അറിയുന്നില്ലല്ലോ ഇത് അടക്കത്തിന് പോകണമെന്ന്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകണമെന്നും. അങ്ങനെ എല്ലാവരും ഇടയ്ക്ക് സ്വതന്ത്രം കുറയല്ലേ. നമ്മുടെ കാര്യം കൂടി ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ, പിന്നെ അല്ലേ എപ്പം പറയാനാ? സ്വതന്ത്രം നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ ദൈവത്തിന് കൊടുക്കാൻ. എന്നാൽ ബർന്നബാസ് ഫുൾ ടൈം ശുശ്രൂഷകനാണ്. എപ്പോൾ ആര് പറഞ്ഞാലും എവിടെ പോകാനും അവൻ റെഡിയാ. ബർന്നബാസ് നീ റെഡിയാണോ അന്ത്യോക്യ പോകാൻ? പിന്നെ ഞാൻ റെഡിയാ. അയ്യോ, ഞാൻ നേരത്തെ റെഡിയായിട്ടല്ലേ വന്ന്, ഞാൻ ഇറങ്ങി തന്നെ അതിനല്ലേ. അപ്പം എല്ലാം പറഞ്ഞൊന്ന് അന്ത്യോക്യയിലേക്ക് നമുക്ക് അയക്കാം. അങ്ങനെ ബർന്നബാസ് ചെയ്യുന്നു. ബർന്നബാസ് പോയി. അതിൻ്റെ 23 ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞു വെച്ചു. അവൻ ചെന്ന് എന്താ കണ്ടു? ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അവൻ ചെന്ന സഭയിലെ AC കണ്ട് സന്തോഷിച്ചു. അങ്ങനെയാണോ? കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും AC ജ്വരം കയറിയിരിക്കുക. AC ഇല്ലാഞ്ഞിട്ട് തന്നെ ഉറക്കമാണ്. പിന്നെ AC വന്നാൽ കട്ടിലുമായിട്ട് വന്നൊന്ന് ഉറങ്ങും. അതുകൊണ്ട് AC കാര്യം അങ്ങ് മാറ്റി വെച്ചാലേ. നമുക്ക് 8 തൊട്ട് 11 വരെയുള്ള സഭായത്തിന് പിന്നെ AC വെക്കാനാണ്. 2 കുഴപ്പം. AC വെച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ പിന്നെ ആളിൻ്റെ വരവ് കുറയും. AC വെച്ച സഭയിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ 5-6 അപ്പച്ചന്മാർ വെളിയിലിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ കാരണം? അവിടെ ഭയങ്കര തണുപ്പാണ്. അവിടെ ഭയങ്കര തണുപ്പ്. വെളി സത്യമായിട്ടും പറയാം, വെളി കസേരയിട്ടിരിക്കുക, തണുപ്പാ. ഒരു ചുമ്മാ കാറ്റടിച്ചാൽ തണുത്ത് വിറയ്ക്കുന്ന അപ്പച്ചന്മാരൊക്കെ ഇതിനകത്ത് എങ്ങനെ ഇരിക്കും? അച്ഛന് AC 5 എണ്ണം അമ്മമ്മയ്ക്ക് 1 ഇട്ടാൽ മതി, എന്നെ ചെയ്യൂ. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോട്ടെ. നമ്മളൊരു 5 ഏക്കർ സ്ഥലത്തിനും വലിയ ഹോളിനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സ്വതന്ത്രം പറഞ്ഞ് അതിൻ്റെ കാർ പാർക്കിംഗ് എല്ലാം നിറഞ്ഞു കണ്ടോ? 1000 കുടുംബങ്ങൾ, 1000 സുവിശേഷന്മാർ തിരുവല്ലയിൽ നിന്ന് ഉറക്കെ പറ എന്ന് പറ.
വിശ്വാസിച്ചതിൽ അങ്ങ് പറ. സ്തോത്രം. ഒരു 5 ഏക്കർ സ്ഥലമൊക്കെ ദൈവം വസ്തുവിനൊക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് സ്ഥലം ദൈവം തരാനുള്ള സമയം ആയിക്കൊണ്ടേ ഇരിക്കുക. ആമേൻ. നമുക്കിവിടെ എവിടെയോ കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. എന്താ തെളിവ്? ആമേൻ. മോറിയ മലയുടെ മണ്ടയ്ക്കൂടെ ഇസ്ഹാക്കും ആമേൻ ആമേൻ അബ്രഹാം നടന്നു പോകുമ്പം വിറകുണ്ട്, തീയുണ്ട്, ആട്ടുംകൂട്ടി എവിടെ? പണ്ട് അപ്പൻ എന്താ പറഞ്ഞു? ഉറക്കെ പറ, മോനെ മോനെ യഹോവ എന്ത് ചെയ്യും? കരുതും. ഓ, ആ വാക്യത്തിന് അർത്ഥമല്ല നിങ്ങൾക്ക് പിടികിട്ടിയോ? കേസിനൊക്കെ പ്രസിദ്ധം പറഞ്ഞു, എവരെ ഈ മോറിയാമലയുടെ ഈ സൈഡിലൂടെ കയറിയപ്പോൾ ആട്ടിൻകൂട്ടി അപ്പുറത്തൂടെ കയറിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. കണ്ടില്ലെന്നേ ഉള്ളൂ, അപ്പുറത്തൂടെ ആട്ടിൻകൂട്ടി കയറി. എവനെ കടത്തി കഴിഞ്ഞപ്പോൾ ആട്ടിൻകൂട്ടി ചാടി വരുന്നു. വല്ല പിടികിട്ടിയോ? നീ വിശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൂടെ ആട്ടിൻകൂട്ടി കയറിക്കൊണ്ടിരിക്കുക. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ആ അപ്പുറത്തൂടെ ആട്ടിൻകൂട്ടി. ഇന്ന് വാക്കാൽ ചില ആട്ടിൻകുട്ടികൾ ചാടി കയറിക്കൊണ്ടിരിക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ആട്ടിൻകുട്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ആട്ടിൻകുട്ടി. ഓ പോരാ പോരാ, കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ആട്ടിൻകുട്ടി അപ്പുറത്തൂടെ കയറി വരിക. യഹോവ ഈരേ, യഹോവ കരുതുന്ന ദൈവം, യഹോവ ഈരേ, യഹോവ കരുതുന്ന ദൈവം. മക്കളെ, നമ്മൾ 10 സെന്റിൻ്റെ അകത്ത് 3 നില ബിൽഡിങ്ങും വെച്ച് 50 സെന്റ് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും സ്ഥലവും ഹോളും ദൈവം നമുക്ക് തന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹോൾ നിറഞ്ഞു കവിയുമ്പോൾ ബാക്കി തരാൻ ദൈവശക്തനല്ലേ? അങ്ങനെ ഒരു ഹോള് തരുമ്പോൾ നമ്മൾ AC വെച്ചിരിക്കും. അപ്പോൾ അതിനകത്തൊരു വലിയ സംഭവമായിരിക്കും. അമ്മേൻ അതുവരെ പൈസ സമയം തന്നേരെ ഞാൻ മാറ്റി വെച്ചേക്കാം. അമ്മേൻ AC-ക്ക് വേണ്ടിയുള്ള പൈസ എന്ത് ചെയ്തേക്കാം? മാറ്റി കഴിഞ്ഞ ആഴ്ച എല്ലാവരും ചോദിച്ചു, PG പരീക്ഷ 1 ലക്ഷം രൂപയാണോ തന്നെന്ന്. സത്യം പറയാം, 1 രൂപയാണ് തന്നത്. 1 രൂപ തന്നെ ശരിയായ നോട്ടല്ല, അതിന് ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയാ. സംശയമുണ്ടോ? ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് പേടി, ഞാൻ പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതാ സംഭവം. ഞാൻ ഫസ്റ്റ് 1 ലക്ഷമായിരുന്നു, 5 ലക്ഷമായിരുന്നു. എല്ലാവർക്കും സംശയമാണ്. കാണാമോ? എല്ലാം കണ്ടല്ലോ. ഇതേ തന്നുള്ളൂ കേട്ടോ. പക്ഷേ അതേ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനാണ്. ഇതിനെ ഞാൻ വലുതായി കാണുകയാണ്. അമ്മ കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ഒന്നിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങൾ തരാൻ ഭാരതത്തിൽ മുക്കിലും മൂലയിലും ആയിരക്കണക്കിന് സഭകൾ തുടങ്ങാൻ ആ ദേവദാസരുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ഇതിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. അതുകൊണ്ട് നമ്മൾ ഭാവിയിൽ മേടിക്കാൻ പോകുന്ന സ്ഥലത്ത് പണിയാൻ പോകുന്ന ഹോളിന് വേണ്ടി AC-ക്കുള്ള പൈസ ഇപ്പോഴേ തന്നു തുടങ്ങാവുന്നതാണ് എന്നുള്ള കാര്യം വിശ്വാസത പറയുകയാണ്. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ആ കാര്യങ്ങളെല്ലാം അത് ആ സമയത്ത് നടക്കും എന്ന് ഞാൻ ഉറപ്പോടെ പറയുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ ഇച്ചിരി പോയെന്ന് എനിക്ക് തോന്നുന്നു. സമയം അങ്ങ് പോവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് ഇന്നത്തെ നിർത്തിയിട്ട് ഇനി ബാക്കിയുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ തുടരുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ബർന്നബാസിനെ അങ്ങോട്ട് അയച്ചു. അപ്പം ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞയച്ചു. അടുത്ത് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഒരു സഭയിൽ ചെന്നാൽ എന്തോ കാണണം? ഉറക്കെ പറ. പെട്ടെന്ന് ഒരു സമയം പോയി. അതെങ്ങനെ കാണുന്നേ? അവിടുത്തെ ആളുകൾക്ക് എക്സ്ട്രാ ഡീസൻ്റ് കേട്ടോ. ഇംഗ്ലീഷ് അറിയാമയത്തിൽ അച്ഛൻ പറഞ്ഞ് എക്സ്ട്രാ ഡീസൻ്റ് ആണെന്ന്. എന്തേലും ആട്ടെ, അവർ ഭയങ്കര വണ്ടിയല്ല വരുന്നത്. അവർ ഭയങ്കര കാണാൻ കൊള്ളാവുന്നവരാണ്, ഭയങ്കര ഡീസൻ്റാണ്. അവിടുത്തെ പാസ്റ്റർ കൊല കൊമ്പനാണ്. ഇതൊന്നുമല്ല. അവിടെ അവർ ചെന്നപ്പോൾ കണ്ട കാര്യം ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ഉറക്കുമെന്ന് പറഞ്ഞ് ശക്തിയോടൊന്ന് പറഞ്ഞ് പ്രേയർ സെൻ്ററിൽ കാല് കുത്തുമ്പോഴേ ദൈവകൃപ കാണണം. ദൈവകൃപ ഓറവ റബല റവിട രക്ഷസേ. കൈയടിച്ച് ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, 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 ആമേൻ. അഭിഷേകമുള്ളവൻ, വിശ്വാസമുള്ളവൻ, ദർശനമുള്ളവൻ ഒരു സഭയെ ചെല്ലുമ്പോൾ അവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കുകയല്ല, അവിടുത്തെ ദൈവകൃപ കണ്ടുപിടിക്കണം കേട്ടോ. ഒരു വീട്ടിൽ ചെന്ന കുറ്റം കണ്ടുപിടിക്കാൻ പോകരുത്, കുറവ് കണ്ടുപിടിക്കാൻ പോകരുത്. ആ വീട്ടിലെ പോസിറ്റീവ് കണ്ടുപിടിക്കണം, കുറവുകൾ കണ്ടുപിടിക്കാൻ പോകരുത്.
സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ല കാര്യം കണ്ടാൽ പറയാൻ മടി കാണിക്കല്ലോ, നല്ല കാര്യം പറയണം. ഒരാളെ കാണുമ്പോൾ നല്ല ഡ്രസ്സാണ് പറയാൻ നന്നായിരിക്കുന്നു, നല്ല ഡ്രസ്സാന്ന് പറയുമ്പോൾ പുള്ളി 4 കാലേ പൊങ്ങട്ടെ, പുള്ളിക്ക് സന്തോഷം, അത്രയും പൈസ മുടക്കുകയല്ലേ. സ്തോത്രം. അന്നേരം ഒന്നിനും പറഞ്ഞാൽ അത് ഉടുപ്പ് മേടിച്ചാൽ മാത്രം പോരാ, നല്ലൊരു സഭയ്ക്കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞേക്കണം. അപ്പം പിന്നെ പണിയിക്കോളൂ. നല്ല കാര്യം പറഞ്ഞേക്കണം. നല്ല പ്രസംഗമാണെങ്കിൽ പറഞ്ഞു, നല്ല പ്രസംഗം വരുന്ന ഭാഷ എന്നോട് ദൈവം സംസാരിച്ചു, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. റോഡിൽ കിടക്കുന്ന പത്രം എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞ് വീട്ടിൽ കൊണ്ട് തന്നാൽ താങ്ക് യു മോനെ എന്ന് പറഞ്ഞോണം. ഒന്നത് ഭയങ്കര 4 കാലം നിൽക്കും. പിന്നെ പിറ്റേ ദിവസം ഇല്ലാത്ത പത്രം എടുത്തുകൊണ്ട് വരും. മനസ്സിലായില്ലേ? നമ്മുടെ ആളുകളൊക്കെ വളരെ ഭയങ്കര. ഞാൻ അമേരിക്കയിൽ പോയപ്പോഴുണ്ടല്ലോ, ഈ സായിപ്പന്മാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അല്ലേ. പരസ്പരം ചുമ്മാ നോക്കി ചിരിക്കുകയും ചെയ്യും, താങ്ക് യും പറയും. മിക്കവാറും പേരൊക്കെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരും ഉണ്ട് അവിടെ. മലയാളികളായിട്ടുള്ള സായിപ്പന്മാരും ഉണ്ട്. എന്നതല്ല, നല്ല മനുഷ്യർ. ഹലോ, ഹൗ ആർ യു, താങ്ക് യു. ഞാൻ അവിടെ ഒരു കൗണ്ടറിൽ ചെന്നപ്പം ഒരു മദാമ്മ ചോദിച്ചു, മേ ഐ ഹെൽപ്പ് യു. എന്തോ തണുപ്പായെന്നറിയോ, മേ ഐ ഹെൽപ്പ് യു എന്ന്. നമ്മുടെ അവിടെ എന്തിനാണ് വന്ന് രാവിലെ പൊക്കി പിടിച്ച് വന്നിരിക്കുക കരമടയ്ക്കാൻ. വരെ മണിവെല്ലാം പോയതോ, കാരണം മാറിയിക്കേ, നീ ഇങ്ങോട്ട് വാ. വരുന്നവനെ മുറിച്ചു വിടാൻ പ്രത്യേക കൃപയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. അവരും നമ്മൾ ഈ വിസയ്ക്ക് പോയിട്ട് കിട്ടാതെ വരുമ്പോഴേ സായിപ്പന്മാരൊരു സംസാരം കേൾക്കണം, നമുക്ക് അങ്ങ് പെരുത്ത് വരും. എന്നാലും ഒരു പറയുന്നത് എന്നതറിയാം, വെരി സോറി, പ്ലീസ് കം അഗൈൻ. നമുക്ക് അവർ ഓശാരം വേണം, വീണ്ടും കം അഗൈൻ. എന്നാലും പാലിച്ച് ചേർത്ത വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു തണുപ്പാ. എന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെയും വരാൻ, ആയുസ് കിട്ടാൻ പോകുന്നില്ല. നല്ല വാക്കുകളൊക്കെ പറയണം. ദൈവകൃപ കണ്ട് എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞേ, ദൈവകൃപ കണ്ട് എന്ത് ചെയ്യണം? ഒന്ന് പറ. സന്തോഷിക്കണം. എന്താ ദൈവകൃപ? പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളുമാണ് ദൈവകൃപ. ഒരു സഭയെ വരുമ്പോൾ ഇവിടുത്തെ ഫാനല്ല വലുത്, ടേബിളല്ല വലുത്, ഇവിടുത്തെ മറ്റേതിനേക്കാളും ഏറ്റവും വലുത് ദൈവകൃപ കണ്ട് സന്തോഷിക്കണം. പ്രേസന്റെ സഭയിൽ വരുന്നവരെല്ലാം എന്തോ കാണണം? ഉറക്കെ പറ, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അടുത്തത്, എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അപ്പൊ യമൻ ചെന്നപ്പം പറയാണ്, എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ. ബർന്നബാസിനെ വിട്ടാളും ഗുണം ഇതാ, സഹോദരന്മാരെ, എല്ലാരും ദൈവപ്രകാരം ചേർന്ന് നിൽക്കണേ, വഴക്കുണ്ടാക്കരുത്, പാസ്റ്റർമാരെ പറയുന്നത് അനുസരിക്കണേ. ചിലർ ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്നാ തിരിയുന്നത്, ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ അതിനകത്ത് എന്തോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ദൈവകൃപ കണ്ട് സന്തോഷിക്കുന്ന നീ ചെന്നാൽ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തുന്ന ഒരു അഭിഷേകം ഉണ്ടാകും. ദൈവമക്കളെ, വീടിൻ്റെ അകത്ത് ഐക്യത നഷ്ടപ്പെടുത്തുന്ന പിശാചിനെ നമ്മളിൽ നിന്ന് യേശു നാമത്തിൽ പുറത്തു കളയണം. സഭയിലും കുടുംബത്തിലും എല്ലാം ദുഷ്ടപിശാചിന്ന് പന്താടുന്നത് ആ പൈശാചിക ശക്തിയാ. അവരെല്ലാം ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞു, ഒരുമിച്ച് നിൽക്കാൻ. അടുത്ത വായിച്ചേ, അവൻ നല്ല മനുഷ്യനും. അവൻ ആരാ? ഉറക്കെ പറ. പരിശുദ്ധമായി എഴുതി വെച്ചിരിക്കുക. ആരെ കാര്യ പറയുന്നത്? ബർന്നബാസ്. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറ. എല്ലാം നെഞ്ചത്തോട് കൈയെന്ന് വെച്ചേ. എന്നിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ ഒരു നല്ല മനുഷ്യനാകാൻ കൃപ എന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, കർത്താവ് കേൾക്കും. ചിലക്ക് മടിയാ പറയാൻ. നല്ല മനുഷ്യനാകണ്ടായോ? ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞു. കർത്താവ് അത് കേൾക്കും കേട്ടോ, സത്യമായിട്ടും കേൾക്കും. കർത്താവ് ഒരു നല്ല മനുഷ്യനാകാൻ, നല്ലൊരു സഹോദരിയാകാൻ, ഒരു 2 പേര് നെഞ്ചത്ത് കൈവച്ചോടൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു ആത്മീയ ശുശ്രൂഷയായതുകൊണ്ട് ചില കെട്ടിന്ന് കാണപ്പെട്ടു. കർത്താവ് നല്ല മനുഷ്യനാകാൻ, പറയേണ്ടത് മാത്രം പറയാൻ, പറയേണ്ടാത്ത പറയാതിരിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വേർപാടോടെ ജീവിക്കുവാൻ, ഒരു നല്ല മനുഷ്യൻ, ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനാകാൻ, ഒരു നല്ല മനുഷ്യ സ്ത്രീ ആകാൻ, ഒരു നല്ല കുഞ്ഞാകാൻ, ഒരു നല്ല പാസ്റ്ററാകാൻ, നല്ലൊരു വിശ്വാസിയാകാൻ എന്നെ സഹായിക്കണമേ. കൈ ഉയർത്തിയ സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തത്, പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. അവന്റെ അടുത്ത ക്വാളിറ്റി, ബർന്നബാസിന്റെ കാര്യം തന്നെ പറയുന്നത്. അവന്റെ അടുത്ത ക്വാളിറ്റി, അവൻ പരിശുദ്ധാത്മാവിലും
വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. സ്വതം പറയാമോ? ശക്തി സ്വതം പറഞ്ഞേ. പരിശുദ്ധാത്മാവിലും നിറഞ്ഞവനായിരുന്നു. അടുത്ത് പറഞ്ഞേ വിശ്വാസത്താൽ. ചിലക്ക് പരിശുദ്ധാത്മാവിന് നിറവുണ്ട്, വിശ്വാസമില്ല. ചിലക്ക് വിശ്വാസമുണ്ട്, പിന്നെ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. രണ്ടും കൂടെ ഉണ്ടെങ്കിലേ നീ ഒരു സെറ്റാകത്തുള്ളൂ. രണ്ടും കൂടെ നിറയുന്ന അനുഭവം ഉണ്ടെങ്കിൽ, മല പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിനെ മഞ്ഞുപോലെ ഉരുക്കി കളയാൻ എന്റെ ദൈവത്തിന് കഴിയും. കയ്യിൽ ചൊരക്കെ സ്വാതന്ത്ര്യം പറ. പ്രസന്റിലെ സകല വിശ്വാസികളും പരിശുദ്ധാത്മാവിലും പറഞ്ഞേ വിശ്വാസത്തിലും. ആമേൻ. ചിലർ പറയുന്നത് വെസ്റ്റേൺകാരെ അങ്ങനെ ചെയ്യത്തുള്ളൂ, നമ്മൾ പറഞ്ഞ മോശമെന്ന് പറയുന്ന ആളുണ്ട്. പക്ഷേ ഇപ്പം ഞാനൊന്ന് പറയാം, നിങ്ങളെ അടുത്തും വലത്തും കൈ കൊടുത്തൊന്ന് പറഞ്ഞ് മുഖം നോക്കി ഒന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും. മുഖത്തോട് ശക്തിയോട് ശബ്ദം ഒന്ന് നിർത്തി പറഞ്ഞേ പരിശുദ്ധാത്മാവിലും. കൈ ഒന്ന് കൊടുത്ത് പറഞ്ഞേ ശക്തിയോട് കൈ ഒന്ന് കൊടുത്ത് പറഞ്ഞ് പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും. കൈ ഒന്ന് കൊടുത്ത് പറഞ്ഞേ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറയെ. എല്ലാവരും കൈ കൊടുത്തു പറഞ്ഞുകൊണ്ടിരുന്നേ അല്പസമയം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറയപ്പെട. കൈയൊന്ന് അടിച്ചു പറഞ്ഞേ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും. അന്ത്യോക്യ സഭയിൽ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും പോരാ, പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും. പേരയ്ക്കകത്ത് പരിശുദ്ധാത്മാവും വിശ്വാസവും, സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവും വിശ്വാസവും, കാറിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവും വിശ്വാസവും, എവിടെ പോയാലും പരിശുദ്ധാത്മാവ് വിശ്വാസവും. ഇപ്പൊ ആരിലും പൈസ ഇല്ല, പിന്നെ എന്തോ ഉള്ളൂ? എന്തുവാ? ഗൂഗിൾ പേ. പിന്നെ എന്തുകൊണ്ട്? ATM കാർഡ്. എവിടെ ഉണ്ടെന്നെങ്കിൽ തപ്പി കിടക്കുക. പൈസ ഇല്ലെങ്കിലും നമുക്ക് എവിടെ പോകാനും ഒരു മടിയില്ല. പണ്ട് എണ്ണിച്ചുരുട്ടി അങ്ങേ പോക്കറ്റിൽ ഇങ്ങേ പോക്കറ്റിലെല്ലാം വെച്ച് പോകാൻ. ഇപ്പം ഒന്നും വേണ്ട, ചുമ്മാ അങ്ങ് പോയാൽ മതി. ഫ്രീയാ. പൈസ എടുത്തു. എന്തെന്നാ മോനെ പൈസ? കാർഡല്ലേടാ. കാർഡിട്ടാൽ പൈസ കിട്ടും. മനസ്സിൽ നല്ല ധൈര്യ അല്ലേ? നമുക്ക് ആ കാർഡല്ല ഇന്ന് വേണ്ടത്. 2 കാർഡ് ഞാൻ തരിക. എത്ര പേർക്ക് മാസമൊന്നും എനിക്കറിയത്തില്ല. ആ കാർഡ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും, ഏത് സ്ഥലത്ത് പോയാലും, ഏത് പ്രതിസന്ധി വന്നാലും ആ കാർഡ് അകത്തുള്ള ദൈവത്തിന്റെ പൈതലിനെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. പരിശുദ്ധാത്മാവിലും തീരും. പരിശുദ്ധാത്മാവും വിശ്വാസവും. ശക്തിയോട് കൈയടിച്ച് സ്തോത്രം പറ. യേശുവിന്റെ നാമത്തിൽ. ഇവിടെ വന്ന എല്ലാ വിശ്വാസികളും ഞാൻ 2 കാർഡ് തരികയാണ്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ കാർഡ്, മറ്റ് വിശ്വാസത്തിൻ്റെ കാർഡ്. ഈ കാർഡ് എക്സ്പയർ ആകല്ലേ. പിന്നെ മറ്റു കാർഡിലൊക്കെ എക്സ്പയർ ആകും. ഇത് ഒരിക്കലും എന്ത് ചെയ്യല്ലേ? എക്സ്പയർ ആകല്ലേ. ആധാർ ബാങ്കുമായിട്ട് എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം. ഇല്ലേ? ലിങ്ക് ചെയ്തില്ലേ വിവരം അറിയും. ഇന്ന് 2 ലിങ്ക് ചെയ്യണം. സ്തോത്രം. എന്തുകൊണ്ടാ? ഒന്ന് പറ. ചില എന്നെ മിഴിച്ചു നോക്കി. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ പറയുന്നത്. എന്തൊക്കെ ലിങ്ക് ചെയ്യണം പറഞ്ഞേ? പരിശുദ്ധാത്മാവും വിശ്വാസവും ലിങ്ക് ചെയ്താൽ എന്ത് ചെയ്യും? ഏത് പൂട്ടും തുറക്കും, ഏത് കെട്ടും പൊട്ടും. സ്തോത്രം പറ. പെന്തിക്കോസ്ത് സഭ വന്നിട്ട് കാര്യമായില്ല. പെന്തിക്കോസ്ത് ശ്രേഷ്ഠ പേര് വന്നിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ ആധാരം വിശ്വാസത്തിന്റെ ആധാരം കൂടെ നീ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഏത് കെട്ടും പൊട്ടും. പ്രസംഗം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ, ബാക്കി കിടക്കുന്നേ ഉള്ളൂ. എനിക്കിന്ന് ഭയങ്കര വ്യാപാരമാണ് പ്രസംഗിക്കാനായിട്ട്. ഞാൻ ഒതുക്കി നിൽക്കുക. ഇന്ന് ഞാൻ കാണുന്ന ചില കെട്ടുകൾ ആ ശക്തിയിൽ പൊട്ടുക. പരിശുദ്ധാത്മാവിൻ്റെ കെട്ട് അഭിഷേകത്താൽ ചില കെട്ട് പൊട്ടുക. വിശ്വാസത്താൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നീ ഒറ്റയ്ക്ക് മതി. ആന്റി ഒറ്റയ്ക്ക് മതി. അങ്കിളെ ഒറ്റയ്ക്ക് മതി. നീ ഒറ്റയ്ക്ക് മതി. നിന്നെ കൊണ്ട് തന്നെ ദൈവം ജയിക്കും.
ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്നാ ടെൻഷനല്ലേ? അയ്യോ, ഇതെങ്ങനെ നടത്തും, എൻ്റെ പൊന്നു പാസ്റ്റർ എങ്ങനെ നടത്തും? പക്ഷെ നടന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരാശ്വാസം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം വന്നപ്പോഴേ എനിക്കങ്ങ് ടെൻഷൻ കയറിയിട്ട് രാത്രി ഉറക്കമില്ലാതായി. ആളുകളെല്ലാം വന്നു, തികയുമോ, എന്തുവാകും, എങ്ങനെയാകും, ഭയങ്കര ഭ്രാന്ത് പോലും ആയിപ്പോയി. അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. കാരണം ഇത് എങ്ങനെ ആകുമെന്ന് ഒരു പിടുത്തവുമില്ല. കൈപിടുത്തൊരു അവസ്ഥ ഉണ്ടാകും കേട്ടോ. പക്ഷെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിശ്വാസം അകത്ത് വ്യാപരിച്ചപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ ഏത് ഭാരം ഒഴിഞ്ഞു പോയതുപോലെ ഇത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചില ടെൻഷൻ യേശുവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോവുകയാണ്. യെസ് യെസ് യെസ്, എല്ലാവർക്കും ഇല്ല, വിശ്വസ്തോത്രം പറയുന്നവർക്ക്. ഓ റാ ബാ ലാ റാ ഷസേ, ഒഴിഞ്ഞു പോവുക, ഒഴിഞ്ഞു പോവുക, ഒഴിഞ്ഞു പോവുക, ഒഴിഞ്ഞു പോവുക, ഒഴിഞ്ഞു പോവുക. ആമേ. സമയം പോയേ. 25-ാമത്തെ വാക്യം വായിച്ച്. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ കേൾക്കണേ, നമ്മുടെ വിഷയം അതിന് ബാക്കി അടുത്ത ആഴ്ച പറയാമേ. ഈ ഇദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? ബർന്നബാസിൻ്റെ ക്വാളിറ്റി കേൾക്കണേ. ഇവനെ ആദ്യം പൗലോസിനെ കൊണ്ട് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അന്ത്യോക്യയിൽ ചെന്ന് ഈ സഭയിലെ ഈ കൃപയെല്ലാം കണ്ടപ്പോൾ യവനെ ഒരു പരിപാടി ചെയ്തു. യവന് തിരിച്ചു വന്ന് തർസോസുകാരനായ ശൗലിനെ തെരഞ്ഞു. തർസോസ് വരെ പോയിട്ട് ശൗലിനെ കണ്ടുപിടിച്ചു. എവിടുന്ന് കണ്ടുപിടിച്ചു? തർസോസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വായിച്ചേ. തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ത്യോക്യയിലേക്ക് അവൻ എന്ത് ചെയ്തു? കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ആയിരുന്നില്ല ഒറ്റ മനുഷ്യനെ അടുപ്പിക്കത്തില്ലായിരുന്നു. ഇത്രയും പേരും വിശ്വാസിനെ കിട്ടി. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഞാനല്ലേ അവിടുത്തെ രാജാവേ? അല്ലേ, ഞാനല്ലേ അവിടുത്തെ രാജാവ്? ആരും ഇവിടെ വന്നിട്ടുമില്ല. എനിക്കൊരു പുതിയ വഴി ഓപ്പണായി കിട്ടിയിരിക്കുന്നു. അവിടുത്തെ സ്വതരാജ്യം എനിക്ക്, അവിടുത്തെ കൂട്ടായ്മ എനിക്ക്, അവിടുത്തെ ലീഡർ ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കും. ഞാൻ അവിടുത്തെ ഓൾ ഇന്നോൾ. അങ്ങനല്ലേ സാമാന്യ മര്യാദയുള്ള എല്ലാ മനുഷ്യരും തീരുമാനിക്കേണ്ടത്? ഇന്ന് ബർന്നബാസിൻ്റെ ക്വാളിറ്റി അവന് കാര്യം മനസ്സിലായി. എന്നെക്കൊണ്ട് തന്നെ പരിപാടി നടക്കത്തില്ല. ഈ സഭ ഇനിയും വളരണം. ഈ സഭ ഇനി എന്ത് ചെയ്യണം? ഇത്രയും വളർന്നാൽ പോരാ, ഇനിയും വളരണം. ആ വളർത്താനുള്ള കഴിവ് എനിക്കില്ല. എന്നേക്കാൾ കഴിവുള്ള ഒരുത്തൻ തർസോസിലുണ്ട്. അവനെ കൊണ്ട് വന്നാലേ പരിപാടി നടക്കത്തുള്ളൂ. സ്തോത്രം വിലപിടി കിട്ടുന്നുണ്ടോ? അതാണ് ബർന്നബാസ്. ഇന്ന് ബർന്നബാസിൻ്റെ ആത്മാവുണ്ടാകണം. അവൻ പോയി തെരഞ്ഞുകൊണ്ട് വന്ന് ബർന്നബാസിനെ പിടിച്ചുകൊണ്ട് വന്ന് പൗലോസിനെ പിടിച്ചുകൊണ്ട് വന്നു. എവിടെ കൊണ്ടുവന്നു? അന്ത്യോക്യ വന്നു. അടുത്ത വായിച്ചേ. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും പിന്നെ ഒരു വർഷം അവിടുത്തെ പാസ്റ്റർമാർ ആരൊക്കെയായിരുന്നു? പറ. ബർന്നബാസും പൗലോസും. അവിടെ വേറെയുള്ള പാസ്റ്റർമാർ ഉണ്ടായിരുന്നു. പക്ഷേ സീനിയർ പാസ്റ്റർമാർ വന്നപ്പോൾ ജൂനിയർ പാസ്റ്റർമാർ എന്ത് ചെയ്തു? സീനിയർ പാസ്റ്റർമാരെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് അവരും ചേർന്ന് പ്രവർത്തിച്ചു. ഒരു വർഷം ഈ ബർന്നബാസ് ശൗലും കൂടെ അവിടെ എന്ത് ചെയ്തു? സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അടുത്ത ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അത് പറയാനാണ് ഞാൻ വന്നത്. ആ ഒരു വട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരന്മാരെ, നമുക്കൊരു പേരുണ്ടായി അവിടെ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരുണ്ടായി. എവിടാ? അന്ത്യോക്യ വെച്ച. സ്തോത്രം. വെറുതെ വന്ന് കയറിയതല്ല. ദൈവമുണ്ടെങ്കിൽ, ഐക്യതയുണ്ടെങ്കിൽ, ഒറ്റക്കെട്ടാൻ നിൽക്കുന്നെങ്കിൽ, കൊണ്ടുവരാൻ ആളുണ്ടെങ്കിൽ, ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ, അസൂയില്ലാത്തവരുണ്ടെങ്കിൽ, ചില പുതിയ പേരുകൾ തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ക്രിസ്ത്യൻ എന്ന പേരിന്റെ ആരംഭം കുറിച്ചത് എവിടെയാ? പറ. അന്ത്യോക്യയില. അത് വെറുതെ വന്നതല്ല. ആര് കൊടുത്തതാ? ദൈവം കൊടുത്തതാ. ഇന്ന് പകൽ ഞാൻ നിർത്തുകയാണ് ഇവിടെ, സമയം പോയതുകൊണ്ട്. നീ പോലും ചിന്തിക്കാത്ത ചില പുതിയ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ദൈവം ഇന്ന് പകൽ ചെയ്യിക്കും. ചില പുതിയ പേരുകൾ ദൈവം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ.
ദൈവത്തിന് സ്തോത്രം. ഐക്യതയുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടോ? സഹായിക്കുന്നവരുണ്ടോ? മാനിപ്പാൻ ദൈവശക്തൻ. എഴുന്നേറ്റ് നിൽക്കുക, സമയം പോയി. എഴുന്നേറ്റ് നിൽക്കുക, ബൈബിൾ കസേര തന്നെ വെച്ചോ. നിൽക്കാൻ തരം മാത്രം നിന്നാൽ മതി. ദേവദാസന്മാർ വന്നാട്ടെ, 2 മിനിറ്റ് നമുക്ക് സ്തോത്രം പറയാം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ദൈവം തരുമ്പോൾ സ്തോത്രം പറയണം. ശബ്ദം ഉയർത്തി സ്തോത്രം പറയണം. നല്ല ഒരു ആരോഗ്യമുള്ള ശരീരം തന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. ഗ്ലോറി. പോരാ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല കുടുംബജീവൻ തന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. തലമുറയെ തന്നതിനെ സ്തോത്രം ചെയ്താട്ടെ. സഭ തന്നതിനെ സ്തോത്രം, കൈയടിച്ച് സ്തോത്രം പറ. ആമേ. സഭ തന്നതിനെ സ്തോത്രം ചെയ്താട്ടെ. ആമേ. കുടുംബജീവിതം തന്നതിനെ സ്തോത്രം ചെയ്താട്ടെ. പോരാ, ശക്തിയോടെ സ്തോത്രം. ദൈവം നന്മയ്ക്കല്ല സ്തോത്രം പറ. ആഹാരം കഴിക്കാൻ കൃപ തന്നതിനെ സ്തോത്രം ചെയ്താട്ടെ. ആഹാരം കഴിച്ച ദഹിക്കുന്നതിന് സ്തോത്രം ചെയ്താട്ടെ. മാർഗ രോഗം വിടുവിച്ചതിനെ സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ പോരാ, സ്തോത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. കൈ അടിക്കുകയും സ്തോത്രം തന്നെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കണം. പോരാ, ശക്തിയോടെ പറ. സ്തോത്രം. പോരാ, ശക്തിയോടെ സ്തോത്രം പറ. ശക്തിയോടെ കൈയടിച്ച് സ്തോത്രം പറ. 1-ാം വാതിൽ പൊട്ടട്ടെ, 2-ാം വാതിൽ പൊട്ടട്ടെ, 3-ാം വാതിൽ പൊട്ടട്ടെ. ദാവീദിന്റെ താക്കോൽ ഇറങ്ങി വരട്ടെ. ആരും മടക്കാതെ വേണം, തുറക്കാതെ വേണം. സ്തോത്രം. ശക്തിയോട് സ്തോത്രം പറ. ചില പുതിയ പേരുകൾ ഉണ്ടാകട്ടെ. ലോ റീബ റബല റബഡ ജാല ദല റബ. ശക്തിയോടെ കൈയടിച്ച് സ്തോത്രം പറ. സ്തോത്രം. കരങ്ങളെ ചേർത്ത്
Hallelujah.